മെഗാ ബൈബിൾ ക്വിസ് 2026 എപ്പിസോഡ് 38ലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ പോർഷൻ സംഖ്യ 32 മുതൽ 35 വരെയും മർക്കോസ് 10 അധ്യായത്തിൽ നിന്നുമായിരിക്കും കേട്ടോ. അതിൽ നിന്നാണ് 5 ക്വസ്റ്റ്യൻസ് ഇന്ന് ചോദിക്കുന്നത്. എല്ലാവരും വായിച്ച് തയ്യാറായിട്ടിരിക്കുമായിരിക്കും എന്ന് കരുതുന്നു. ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇസ്രായേൽ മക്കൾ പാളയമിറങ്ങിയ 5 അക്ഷരമുള്ള ഒരു സ്ഥലപ്പേരിന്റെ അവസാനത്തെ 3 അക്ഷരം ചേരുമ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു പക്ഷിയുടെ പേര് ലഭിക്കും. ഏതാണ് ആ സ്ഥലം? ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാം. ഇസ്രായേൽ മക്കൾ പാളയമിറങ്ങിയ 5 അക്ഷരമുള്ള ഒരു സ്ഥലപ്പേരിന്റെ അവസാനത്തെ 3 അക്ഷരം ചേരുമ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു പക്ഷിയുടെ പേര് ലഭിക്കും. ഏതാണ് ആ സ്ഥലം? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. വളർത്തു മൃഗങ്ങൾക്ക് പറ്റിയ 2 ദേശങ്ങൾ ഏവ? വളർത്തു മൃഗങ്ങൾക്ക് പറ്റിയ 2 ദേശങ്ങൾ ഏവ? മൂന്നാമത്തെ ചോദ്യം കേട്ടോ. ഒരു വാക്യത്തിൽ ഒരു സംഖ്യയും ഒരളവും 4 പ്രാവശ്യം ആവർത്തിച്ചിരിക്കുന്നു. സംഖ്യയും അളവും ഏവ? ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നു. ഒരു വാക്യത്തിൽ ഒരു സംഖ്യയും ഒരളവും 4 പ്രാവശ്യം ആവർത്തിച്ചിരിക്കുന്നു. സംഖ്യയും അളവും ഏവ? നാലാമത്തെ ചോദ്യം. പാഠഭാഗത്തുള്ള ഒരു അധ്യായത്തിൽ ഒരു പദം 40-ൽ അധികം പ്രാവശ്യം രേഖപ്പെടുത്തിയിരിക്കുന്നു. അധ്യായം ഏത്? പദം എന്ത്? ചോദ്യം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു. പാഠഭാഗത്തുള്ള ഒരു അധ്യായത്തിൽ ഒരു പദം 40-ൽ അധികം പ്രാവശ്യം രേഖപ്പെടുത്തിയിരിക്കുന്നു. അധ്യായം ഏത്? പദം എന്ത്? ഇതാണ് നാലാമത്തെ ചോദ്യം കേട്ടോ. വേറൊരു കാര്യമുള്ളത്, ഈ ഒരു നാലാമത്തെ ചോദ്യത്തിന് റെഫറൻസ് വേണ്ട. ഓക്കെ. അഞ്ചാമത്തെ ചോദ്യം. യേശു ശിഷ്യന്മാരെ വാത്സല്യത്തോടെ വിളിച്ച പദം എന്ത്? യേശു ശിഷ്യന്മാരെ വാത്സല്യത്തോടെ വിളിച്ച പദം എന്ത്? അപ്പോൾ ഇതാണ് ഇന്നത്തെ 5 ക്വസ്റ്റ്യൻസ്. കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് അറിയാമെങ്കിൽ വേഗം നിങ്ങൾ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അതിന്റെ ഉത്തരം വിത്ത് റെഫറൻസ്, ഇന്ന് പറഞ്ഞതിൽ നാലാമത്തെ ചോദ്യത്തിന്റെ റെഫറൻസ് വേണ്ട, ബാക്കിയുള്ള എല്ലാ ചോദ്യത്തിന്റെ ഉത്തരത്തിനോടൊപ്പം റെഫറൻസോട് വെച്ചിട്ട് നിങ്ങൾ അയച്ചോളൂ. ഇതിന്റെ ആൻസേഴ്സ് ഞാൻ നാളെ റിവീൽ ചെയ്യുന്നതായിരിക്കും. ചോദ്യം എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. സൗണ്ടിന് ചെറിയൊരു പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് ഇടയ്ക്കൊരു ചെറിയൊരു ഇടർച്ച വരുന്നത്. എന്തായാലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് അപ്പോൾ അതിന്റെ ആൻസേഴ്സുമായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ ഏഞ്ചൽ സൈനിങ് ഓഫ്. ബൈ ആൻഡ്